ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും ബീഫ് കറിയുമാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ബീഫ് മേടിച്ചുകൊണ്ട് വരികയാണ്. ആദ്യമായിട്ട് നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് ബീഫ് ഒന്ന് കഴുകിയെടുക്കാം. 3 കിലോ ബീഫാണ് ഞാനിവിടെ ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കാം. ഒരു 2-3 പ്രാവശ്യം അത് കഴുകിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ രക്തമയം മാറുന്നത് വരെ നമ്മളത് കഴുകിയെടുക്കണം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ഈ നെയ്ച്ചോറും ബീഫ് കറിയും എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അങ്ങനെ ബീഫ് നമ്മൾ കഴുകി പിഴിഞ്ഞെടുക്കുകയാണ്. നല്ല ബീഫായിരുന്നു. ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണേ. അങ്ങനെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ കഴുകിയെടുക്കാൻ പോവുകയാണ്. പൂർണ്ണമായിട്ടും അതിൻ്റെ രക്തമയം ബീഫിൽ നിന്ന് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. എങ്കിലേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മൾ 3 പ്രാവശ്യം ഏതാണ്ട് കഴിയാൻ പോവുകയാണ്. ഇനി നമുക്ക് ബീഫ് കറി വെക്കാനായിട്ട് ഒരു ഉരുളി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അതിലോട്ടൊരു 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, അതായത് ഒരു 10 സവാളയുണ്ട്, അത് നമ്മൾ ആ ഉരുളിക്കകത്ത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുകയാണ്. സവാള പെട്ടെന്ന് വഴന്ന് വരുവാനായിട്ട് ശകല ഉപ്പിട്ടാൽ പെട്ടെന്ന് അത് വഴന്ന് കിട്ടുന്നതായിരിക്കും. ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് കുറച്ച് താമസം വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ സവാള വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് അതുകൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വെറൈറ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ് നമ്മളിവിടെ നെയ്ച്ചോറിനായിട്ട് തയ്യാറാക്കുന്നത്. നമ്മൾ ഉള്ളിയെല്ലാം വഴണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കറിവേപ്പില, നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിക്കുന്ന ഒറിജിനൽ കറിവേപ്പില അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 5 തണ്ട് കറിവേപ്പിലയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയുടെ ആവശ്യമുണ്ട്, അത് കടു വറക്കാനാണ്. അത് വഴണ്ട ശേഷം നമുക്ക് മല്ലിപ്പൊടി ഒരു 5 സ്പൂണും ബീഫ് മസാല ഒരു 5 സ്പൂണും കാശ്മീരി മുളക് പൊടി ഒരു 4 സ്പൂണും മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണും കൂടി അതിനകത്ത് ഇട്ട് കൊടുത്ത് അതുകൂടെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അത് ചൂടായാൽ മതി, കരിഞ്ഞു പോകാൻ പാടില്ല. ചെറുതീയിൽ നമുക്കത് ഒന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ അത് ചൂടായിരിക്കുകയാണ്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 7 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത്രയും വെള്ളത്തിൻ്റെ ആവശ്യം മതി. ബാക്കി ബീഫിലുള്ള വെള്ളം കൂടെ ആകുമ്പോൾ പാകമാവും. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 സ്പൂണ് ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 3 കിലോ ബീഫാണ് നമ്മളിവിടെ കറി വെക്കുന്നത്.
അങ്ങനെ നമ്മുടെ ബീഫിൻ്റെ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലോട്ട് നമുക്ക് ഒരു 4 തണ്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നന്നായി ഇളക്കി ആ മസാലയ്ക്കകത്തിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ആ മസാല റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് കഷ്ണങ്ങളാക്കി കഴുകി വെച്ചിരിക്കുന്ന ബീഫ് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഏതാണ്ടൊരു 1.5 മണിക്കൂറോളം വേണം ഇത് വെന്ത് കിട്ടാനായിട്ട്. ഇച്ചിരി എളുപ്പമുള്ള ബീഫാണ്, അതുകൊണ്ട് ഇച്ചിരി പെട്ടെന്ന് വേവുന്നതായിരിക്കും. അങ്ങനെ ബീഫ് ഇട്ട് കഴിഞ്ഞിരിക്കാൻ നമുക്ക് നന്നായിട്ടത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആ മസാലയിൽ വെള്ളം കുറവാണെന്ന് തോന്നുന്നെങ്കിലും ഇനിയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇറച്ചി വേകുമ്പോൾ അതിൻ്റെ വെള്ളം കൂടി അതിൻ്റെ തൊട്ട് ഇറങ്ങും. നമുക്ക് നെയ്ച്ചോറിന് പറ്റിയ കറിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അധികം ലൂസായി പോകരുത്. ഇനി നമുക്കത് അടച്ചു വയ്ക്കാം. 1.5 മണിക്കൂറിന് ശേഷം നമ്മുടെ ബീഫ് കറി വെന്ത് റെഡിയായിരിക്കുന്നതാണ്. അങ്ങനെ ഏറ്റവും രുചികരമായിട്ടുള്ള നമ്മുടെ ബീഫ് കറി നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെന്തോ ഇല്ലയോ നോക്കാം. അങ്ങനെ വെന്തുകൊണ്ടേയിരിക്കുകയാണ്. ഏതാനും സമയത്തിനകം അത് വെന്ത് കഴിയുന്നതാണ്. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇതാണ് നെയ്ച്ചോറിൻ്റെ ബീഫ് കറിയുടെ ഒരു പരുവം. ഒരു വെറൈറ്റിയാണ്. നമ്മളിതിൽ തക്കാളിയൊന്നും ഇട്ടിട്ടില്ല. സവാള മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ കറി തയ്യാറായിരിക്കാൻ അടുപ്പിൽ നിന്ന് നമുക്ക് വാങ്ങി വയ്ക്കാം. ഇനി അതിന് നമുക്ക് ഒന്ന് കടു വറുത്തെടുക്കാം. അതിനകത്തൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച ശേഷം ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ ചീനിച്ചട്ടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം 1 സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കടുക് പൊട്ടിയ ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ആ ചീനിച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അത് മൂപ്പിച്ചെടുക്കാം. ഒരു ഗോൾഡൻ കളറാവുന്നിടം വരെ നമുക്കൊന്ന് മൂപ്പിക്കാം. അതൊരു ഗോൾഡൻ കളറായ ശേഷം കറിവേപ്പില ഒരു 5 തണ്ട് കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് അതുകൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ കടുവറക്കലിവിടെ റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്കത് എടുത്ത് നമ്മൾ കറി വെച്ചിരിക്കുന്ന ബീഫ് കറിക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് അത് നല്ലവണ്ണം ഇളക്കിയെടുക്കാം. ഇതോടുകൂടി നമ്മുടെ ബീഫ് കറിയുടെ പരിപാടി ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി നമ്മൾ നെയ്ച്ചോറിൻ്റെ പരിപാടിയിലോട്ട് കടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഏറ്റവും രുചികരമായിട്ടുള്ള ബീഫ് കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ നെയ്ച്ചോറിൻ്റെ ബീഫ് കറിയുടെ ഒരു പരുവം. നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 കിലോ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു പാത്രത്തിലിട്ട ശേഷം നമുക്കൊന്ന് കഴുകിയെടുക്കാം. അതും ഒരു 3 പ്രാവശ്യം നമുക്ക് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്കൊരു അരമണിക്കൂർ അരി സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ജീരകശാല കൈമ റൈസാണ് ഇവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ നല്ലവണ്ണം അത് കഴുകിയെടുക്കുകയാണ്. 3 പ്രാവശ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞത് കഴുകിയെടുക്കണം.
അങ്ങനെ അത് കഴുകി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഇനി ഒരു അരമണിക്കൂർ നമുക്കത് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ആ സമയം നമുക്ക് നെയ്ച്ചോറ് വയ്ക്കാൻ ആവശ്യമായൊരു പാത്രം അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അതിലോട്ടൊരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നു. വെളിച്ചെണ്ണ ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് കശുവണ്ടിയും മുന്തിരിങ്ങയും കൂടെ ഒന്ന് വാർത്തെടുക്കാം. ഒരു 100 ഗ്രാം കശുവണ്ടി പരിപ്പും 100 ഗ്രാം മുന്തിരിയും കൂടിയാണ് നമ്മളത് വാർത്തെടുക്കുന്നത്. അത് വറുത്തെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കത് കോരിയെടുക്കാം. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ അത് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്, കരിഞ്ഞു പോകരുത്. അതിനുശേഷം കറുകപ്പട്ട 2 കഷ്ണം കറുകപ്പട്ട, 1 സ്പൂൺ പെരുംജീരകം, ഗ്രാമ്പു 5 എണ്ണം, കുരുമുളക് 1 സ്പൂൺ, ഏലയ്ക്ക 7 എണ്ണം എന്നിവ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം അത് മൂപ്പിച്ച ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളത്തിൻ്റെ കണക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാണ്. ആ അരിക്ക് ആ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറുനാരങ്ങ നമുക്ക് 1 ചെറുനാരങ്ങയാണ് അതിൻ്റെ അകത്ത് പിഴിഞ്ഞൊഴിക്കുന്നത്. അതിൻ്റെ നീര് മാത്രം മതി. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെള്ളം ഒന്ന് തിളക്കട്ടെ, നമുക്ക് അടച്ചു വയ്ക്കാം. ചോറ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാവുന്നതാണ്. ഒരു 25 മിനിറ്റ് കൊണ്ട് നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡിയാവുന്നതായിരിക്കും. നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച അരി എടുത്ത് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് വയ്ക്കേണ്ട ആവശ്യമായ വെള്ളം ഇവിടെ തിളച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് നമുക്ക് സോക്ക് ചെയ്ത് വെച്ച അരി, അരമണിക്കൂർ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചാണ് ആ ജീരകശാല കൈമാ റൈസ് നമുക്ക് ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ അത് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വയ്ക്കും. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് അത് തുറന്ന് നോക്കാം. അപ്പോഴേക്ക് വെള്ളമെല്ലാം പറ്റി വരുന്നുണ്ട്. ചോറ് വേവാൻ തുടങ്ങി. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. ഒന്നുകൂടെ നമുക്ക് അടച്ചു വയ്ക്കാം. അരി ഒരു പകുതി വെന്ത ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 150 ഗ്രാം ക്യാരറ്റാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ക്യാരറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാരറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ക്യാരറ്റും ഒന്ന് വെന്ത് കിട്ടണം. അത് പൂർണ്ണമായിട്ട് വേണ്ട, ഒരു പകുതി മുക്കാലായിട്ട് വെന്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഇടാത്തത്. ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റി വരികയാണ്. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണേ. വളരെ രുചികരമായൊരു ഫുഡാണ്. ഇനി നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഒരു 50 ഗ്രാം നെയ്യാണ് നമ്മൾ ആ നെയ്ച്ചോറിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ നമുക്ക് ഇളക്കിയെടുക്കാം. നല്ലവണ്ണം ആ നെയ്യ് എല്ലായിടത്തും പറ്റുന്നിടം വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം.
അരി വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കാം. മറ്റൊരു പാത്രത്തിലൂടെ നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ ഇത് ഇവിടെ തയ്യാറായിരിക്കുകയാണ് നെയ്ച്ചോറ്. ഇനി നമുക്ക് തണുപ്പിക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നത്. ആ പാത്രത്തിൽ തന്നെ ഇരുന്ന് ചൂടായി അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മറ്റൊരു പാത്രത്തിലോട്ട് നമ്മൾ ആ ചോറ് കോരി മാറ്റുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന മുന്തിരിയും കശുവണ്ടിപ്പരിപ്പും അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പൈനാപ്പിളും മല്ലിയിലയും കൂടി അതിൻ്റെ അകത്തോട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 3 തണ്ട് മല്ലിയിലയും ഒരു ചെറിയ പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയാണ് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നെയ്ച്ചോറിന് വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. ഒരു 1-2 ഭാഗമായിട്ടാണ് നമ്മൾ ആ പൈനാപ്പിളും കശുവണ്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്, മിക്സ് ചെയ്യാൻ എളുപ്പത്തിന്. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ആ നെയ്ച്ചോറ് നല്ല റെഡിയാവുന്നതായിരിക്കും. ചൂടോടാകുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. തണുത്ത് കഴിയുമ്പോൾ സംഭവം റെഡിയാണ്. ഇതാണ് നമ്മുടെ രുചികരമായിട്ടുള്ള നെയ്ച്ചോറും ബീഫ് കറിയും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വിവരങ്ങളൊക്കെ അറിയിക്കണേ. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കണേ. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള നെയ്ച്ചോറും ബീഫ് കറിയും ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കി വിവരങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണേ. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.